ഹായ് കൂട്ടുകാരെ, ഞാൻ ഉച്ചയ്ക്കത്തെ ചോറ് കഴിക്കാൻ വന്നേട്ടാ. ഇതാ നോക്കിക്കോ, ഇന്ന് മീൻകറി ഉണ്ട്, ഒരു തലയെടുത്ത് കേട്ടാ. ഇത് വള്ളിക്കൊഴിയാളാ. ഇതെന്തോ സാധനം എന്നറിയാവാ? സ്പെഷ്യൽ ഈ ചൊരക്ക എന്ന് പറയും, ചൊരക്ക. അതിനെ മെഴുക്ക് പുരട്ടിയതാ കേട്ടാ. ചൊരക്ക അറിയാവാ? കുമ്പളങ്ങ കടിയങ്ക എന്നൊക്കെ പറയും. അത് മെഴുക്ക് പുരട്ടി. ഇത് പച്ചടി. ഇത് പച്ചടിയാണേ, വെള്ളരിക്ക പച്ചടി വെച്ചത്. ഇത് മീൻകറി കേട്ടോ, മീൻകറി. അപ്പം ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. ചുരക്കയും പച്ചടിയും ഇതെല്ലാം വെച്ച് ഞാൻ കഴിച്ചു നോക്കട്ടെ കൂട്ടുകാരെ. ഒന്ന് കഴിച്ചു നോക്കട്ടെ കൂട്ടുകാരെ. നിങ്ങൾ കഴിച്ചാ? ഞാൻ കഴിക്കും. ഞാൻ 12യുടെ ആളാ. സൂപ്പറാ കേട്ടോ, ഈ സാധനം സൂപ്പറാ. നിങ്ങളൊന്ന് വെച്ച് നോക്കണേ. ചോരയ്ക്ക് കറി വയ്ക്കാൻ മാത്രമല്ല, അത് മെഴുക്ക് പുരട്ടാനും നല്ലതാ. നല്ല ടേസ്റ്റാ. ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാ കേട്ടാ. വെച്ച് നോക്കണേ. നമ്മൾ എല്ലാം വെച്ച് നോക്കി നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു സന്തോഷവും, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ചോദിക്കുന്നു അവനവന്ന് ഉണ്ടാക്കിയിട്ട് അവനവന്ന് നോക്കുമ്പോൾ ഭയങ്കര രുചിയാണ്. കൂട്ടുകാരെ, നിങ്ങളും വന്ന് കഴിച്ചു നോക്കും ഒരു ദിവസം വന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും രുചി എന്തായിട്ട് തന്നെ ഈ ഞാൻ പറയുന്നതെന്ന് കേട്ടോ. ഒരു ദിവസം വന്ന് കഴിച്ചു നോക്കാം. എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റായിട്ട് ഞാൻ വെച്ച് തരാം. ഒരു കയ്യേ ഉള്ളു കേട്ടോ, എന്നാലും ഞാൻ വെക്കും. ഇച്ചിരി മീനും ഒക്കെ എടുത്ത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ, ചൊരക്ക. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുമെന്ന് പറയണേ. കലിയങ്ക എന്ന് പറയും, ചൊരക്ക എന്ന് പറയും. കുമ്പളങ്ങയല്ല കേട്ടോ, വേറൊരു സൈസ്. വടക്കോട്ടൊക്കെ, അതായത് ബോംബെ, ഗുജറാത്ത് അങ്ങോട്ടൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ്. വണ്ണം കുറഞ്ഞിട്ട് നീളത്തിരിക്കുന്ന അത്. നമ്മൾ ഇതുണ്ടാക്കും, അലുവയൊക്കെ ഉണ്ടാക്കുന്നൊരു സാധനം. സൂപ്പറാ. മെഴുക്ക് വരട്ടിയിട്ടില്ല, പച്ചടിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ പച്ചടി വയ്ക്കുമ്പോൾ ഒരു ചുവ ഉണ്ടാവും. പക്ഷെ മെഴുക്ക് വരട്ടിയപ്പോൾ കൊള്ളാം കേട്ടോ. നിങ്ങളൊന്ന് വെച്ച് നോക്കണേ. ഓക്കെ, ബൈ. കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.